ഹലോ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി പാൽക്കപ്പയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങളെ കയ്യിൽ കപ്പയുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പ നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5-6 വിസിലടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം വേവുന്ന കപ്പയായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇങ്ങനെയുള്ള കപ്പ എടുക്കുന്നതാണ് നല്ലത്. നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 10 ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, അതുപോലെ തന്നെ 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എരിവിന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പാൽക്കപ്പ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു അരമുറി തേങ്ങ ഞാൻ 1-ാം പാലും 2-ാം പാലും ഓൾറെഡി എടുത്തു വെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അര കപ്പ് 1-ാം പാൽ കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ചുവന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കപ്പയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.